ഷാജാൻക്ക് അങ്ങനെ എനിക്ക് റിപ്ലൈ തന്ന് പിന്നെ അതേ ഈ വീഡിയോ കേൾക്കണേക്കാൾ മുന്നേ അല്ല നമുക്കറിയാം കുറേ ഈ വാണങ്ങളുണ്ടല്ലോ, വാണങ്ങൾ എവിടെ നോക്കിയാന്നറിയില്ല. ഈ തൊപ്പീനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കണം. അവൻ നല്ലത് ചെയ്താലും വിമർശിക്കാൻ ആളുണ്ട്, പൊട്ട ചെയ്താലും വിമർശിക്കാനുള്ളത്. ഓഫ് കോഴ്സ് പൊട്ട ചെയ്ത് കഴിഞ്ഞാൽ വിമർശിക്കണം. പക്ഷെ നല്ലത് ചെയ്താലും ഇത്രയും നെഗറ്റീവ് എങ്ങനെയാണ് വരുന്നതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് പറയുന്ന ഇവന്മാരൊക്കെ ഭൂലോക മണ്ടന്മാരാണ്. കാരണം അവൻ്റെ ശരിക്കും സത്യം അതാ, അവൻ ഇത് ബാഡായിട്ട് പറയല. തൊപ്പി കേൾക്കുന്നുണ്ടെങ്കിൽ തൊപ്പി ശ്രദ്ധിക്കണം. ശരിക്കും പറഞ്ഞാൽ തൊപ്പീനെ ഈ ലെവലിലേക്ക് വളർത്തിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് പറയുന്ന ആളുകൾ മാത്രമായിരിക്കും ശരിക്കും പറഞ്ഞാൽ തൊപ്പീനെ ഇത്രയ്ക്കും വളർത്തിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്താ തോന്നണേ? ശരിയല്ലേ? ഞാൻ ഇന്നിപ്പോൾ ഒരു വീഡിയോ കണ്ടതാണ്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ റിയാക്ട് ചെയ്യാതിരിക്കാൻ തോന്നിയില്ല. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഏകദേശം കാര്യം മനസ്സിലാവും. നോക്കട്ടാ, ഞാൻ ആദ്യം പ്ലേ ചെയ്യാം, ഒന്ന് കണ്ടു നോക്ക്. ഷാജാൻക്ക് അങ്ങനെ എനിക്ക് റിപ്ലൈ തന്ന് പിന്നെ അതേപോലെ തന്നെ പുള്ളി എന്നെ ഫോളോ ചെയ്ത് പിന്നെ എനിക്ക് കമന്റിൽ നീ വാള മുത്ത് ഇത്രയും വലിയ സെലിബ്രേറ്റ് ആയിട്ടും പുള്ളി എനിക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ ഫോളോ ചെയ്യാൻ പോലും പുള്ളീനെ പറഞ്ഞില്ല. പുള്ളി എന്നിട്ട് എന്നെ ഫോളോ ചെയ്ത് ആ ഒരു മനസ്സ് കണ്ടില്ല. പുള്ളിക്ക് ചെറിയ ആൾക്കാരെ പോലും പിടിച്ചുയർത്തി വലിയ നിലയിൽ എത്തിക്കണം എന്നാണ് പുള്ളീന്റെ ആഗ്രഹം. അപ്പൊ എനിക്ക് അത്രയും സ്നേഹമുള്ളൂ ഷാജാൻക്ക്. ഞാൻ നിങ്ങളെ എന്തെങ്കിലും രീതിയിൽ വീഡിയോ ചെയ്ത് ഞാൻ ഞങ്ങളെ ഒരിക്കലും വേദനിപ്പിക്കുന്ന ട്രോൾ ചെയ്തതാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു തമാശ രീതിയിൽ ചെയ്തതാ. അത് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. പക്ഷെ ഈ തൊപ്പി എന്ന ചെറ്റ നാറി എന്നെ എത്ര തെറി പറഞ്ഞു. അവൻ എനിക്കൊരു മെസ്സേജ് പോലും അയച്ചില്ല. അത്രയും അഹങ്കാരം. അവൻ വലിയ എന്തോ ആണെന്ന്. എടാ, ഇൻസ്റ്റാഗ്രാം നിന്റെ ഒരുത്തന്നെ തണ്ടേന്റെ വകയല്ല. നീ വിചാരിക്കുന്നത് ഷാജാൻക്ക് അങ്ങ് തീരും വിചാരിച്ചു. ഒന്നും നടക്കാൻ പോയില്ല. പുള്ളി വന്നടാ. അപ്പം ഷാജാൻക്ക എന്തായാലും സ്നേഹം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഫോളോ ചെയ്യാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പുള്ളി ചെയ്ത് ഒന്നും പറയാൻ വാക്കുകളില്ല. എന്തായാലും ഒന്ന് നേരിൽ കാണാൻ ഒരു ഫോട്ടോ എടുക്കണം. അതാണ് എന്റെ ആഗ്രഹം. എന്തായാലും വേറെ ഒന്നും പറയല്ല. തൊപ്പി, നീ വെറും ചെറ്റാടാ. നിന്റെ മൂക്കിനിട്ട് ഇടിക്കണം മാറി. തങ്കപ്പെട്ട മനുഷ്യനെ നീ പറഞ്ഞ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, ഷാജഹാനിക്ക എപ്പോഴേലും ഈ ഒരു വീഡിയോ ഇക്ക കാണാനിടയായി കഴിഞ്ഞാൽ ഞാൻ ഇക്കോട് പറയാണ്, ഇക്കേനെ ക്രൂശിക്കാനോ അല്ലെങ്കിൽ ഇക്കേനെ കുറിച്ച് നല്ലത് പറയാനോ പൊട്ട പറയാനോ ഞാൻ ആളല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി അറിയാത്തൊരു വ്യക്തിയാണ് ഷാജഹാൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ. ഓക്കെ, അപ്പോൾ പുള്ളീനെ കുറിച്ചിട്ട് ഒരിക്കലും പുള്ളിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ പറയുമല്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഈ പലതന്തയ്ക്കുണ്ടായ ഈ മോനോടാണ്. ഇപ്പോൾ ഈ ഷാജഹാനൊക്കെ നിനക്ക് നിൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ട് നിനക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ച് അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്ത് നിനക്ക് മെസ്സേജ് ഇട്ടപ്പോൾ തൊപ്പി നിനക്ക് പോട്ടെ. ഈ ഷാജഹാൻ്റെ പകരത്തിന് ഇപ്പോൾ തൊപ്പിയായിരുന്നു നിനക്ക് ഇട്ടെങ്കിൽ ഇപ്പോൾ നീ അവിടെ പോയിട്ട് തൊപ്പിയുടെ അവിടെ പോയിട്ട് കുനിഞ്ഞു നിന്നേനില്ലേ? അല്ലെങ്കിൽ നീ തൊപ്പിക്ക് കുനിഞ്ഞു നിന്നുകൊണ്ട് ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടുകൊണ്ടിരിക്കില്ലേ? ശരിക്കും പറഞ്ഞിട്ടല്ല, തന്തയില്ലായ്മ എന്ന് പറയുന്നത് ഒരു തെറ്റല്ല. അത് നിനക്ക് കൂടപ്പറപ്പായിട്ട് കിട്ടിയിട്ടുള്ള ഒരു സാധനമാണ് തന്തയില്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തന്തയില്ല എന്ന് വേണമെങ്കിൽ തന്നെ പച്ചയ്ക്ക് പറയാം. അല്ലെങ്കിൽ പല തന്തയ്ക്കുണ്ടായ വർത്താനം പറയുന്നവനാണ് അങ്ങനെ പറയാം. ഓക്കെ ബ്രോ, എനിക്ക് ബ്രോൻ്റെ അടുത്ത് പറയാനുള്ളത്, ഇപ്പം ഈ ഷാജഹാൻ എന്ന് പറയുന്ന പുള്ളി എനിക്കറിയില്ല. പുള്ളീനെ എനിക്ക് കുറേ കാലങ്ങളായിട്ട് എനിക്കറിയുന്ന ആളല്ല. പക്ഷേ തൊപ്പീനെ കുറേ കാലങ്ങളായിട്ട് അറിയുന്നൊരു വ്യക്തി. അതുകൊണ്ട് തന്നെയാണ് ഫോളോ ചെയ്യുന്നതും അതുകൊണ്ട് തന്നെയാണ് പുള്ളീനെ സപ്പോർട്ട് ചെയ്യുന്നതും. ഈ തൊപ്പി പൊട്ടന്മാരുടെ പോലെ ബിഹേവ് ചെയ്തിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാവരും പുള്ളീനെ പൊട്ടനായിട്ടാണ് ഇത് കണ്ടുകൊണ്ടിരുന്നത്. ഒരുപാട് ഹെയ്റ്റും ഒരുപാട് പ്രശ്നങ്ങൾ കൂടെ കടന്നു പോയിട്ട് വന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. ആ വ്യക്തി ഇന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ 100-ൽ ഒരു 10% പോലും അന്നത്തെ നിഹാൻ അല്ല, അന്നത്തെ തൊപ്പി അല്ല. ഇപ്പോൾ പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നില്ല, എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായത്തിൽ ഹീ ഈസ് എ ജെം എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ്. സത്യമായിട്ടും നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് തൊപ്പി. നല്ലൊരു മനസ്സുണ്ട്. അതിപ്പോൾ ഒരുപാട് പേരെ സഹായിക്കുന്നത് കണ്ടുകൊണ്ട് മാത്രമല്ല, ഇന്നേ കാലത്ത് ഒരു യൂട്യൂബറും ചെയ്യാത്ത പല പ്രവൃത്തികൾ തൊപ്പി ചെയ്യുന്നുണ്ട്. പിന്നെ നിന്നെ പോലെയുള്ളൊരു ആണത് നിന്നെ എന്താ തെറി വിളിച്ചെന്നൊക്കെ പറഞ്ഞില്ലേ? സത്യം പറയാമല്ലോ, തൊപ്പിയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിലും, ഇൻ കേസ് അവൻ്റെ സ്ഥലത്ത് ഞാനാണെങ്കിൽ ഞാൻ ചിലപ്പോൾ തെറിയല്ല, ഞാൻ ചിലപ്പോൾ നിൻ്റെ ചെകിള ഞാൻ അടിച്ച് പൊളിക്കും. കാരണം നിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ
ബാക്കിയുള്ള ഊഹിക്കുക. ഈ വീഡിയോ നീ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഇട്ടത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നിന്നോട് സഹതാപമല്ല തോന്നാ. ശരിക്കും പറഞ്ഞാൽ നിൻ്റെ മൂക്കാമണ്ട ഇടിച്ച് പൊട്ടിക്കും. ആ ഒരു ഫീലാണ് സത്യം പറഞ്ഞാൽ വരുന്നത്. എടാ, അപ്പ കണ്ടവനെ അപ്പാന്ന് വിളിക്കുന്നവനല്ലട മനുഷ്യൻ. പക്ഷെ നീ അതാണ്. അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തന്തയ്ക്ക് പറക്കണം. നല്ലത് കിട്ടിയാൽ മാത്രം നല്ലത് പറയുന്നവനായിരിക്കരുത് ബ്രോ. ഫസ്റ്റ് ഓഫ് ഓൾ നല്ലത് കണ്ട നല്ലതെന്ന് പറയും. പൊട്ട കണ്ട പൊട്ടതെന്ന് പറഞ്ഞോ, പക്ഷെ അത് പൊട്ടയാണെങ്കിൽ മാത്രം. അല്ലാതെ ഒരാളിപ്പോൾ ബ്രോനെ ഫോളോ ആക്കിയെന്ന് വിചാരിച്ചിട്ട് ഇത്രയും കാലം എന്താ പറയുക, തൊപ്പിയുടെ ഒരു വലിയൊരു നെഗറ്റീവ് പറയുന്ന ഒരാളല്ലായിരുന്നല്ലോ. തൊപ്പീനെ കുറിച്ച് നല്ലത് പറഞ്ഞിരുന്നൊരു വ്യക്തിയായിരുന്നല്ലോ. പെട്ടെന്ന് എന്ത് പറ്റി? ഇപ്പം ഈ ഷാജാനിക്ക അക്സെപ്റ്റ് ചെയ്യണതിന് പറയും ഇപ്പോൾ തൊപ്പിയാണ് ബ്രോയുടെ വീഡിയോ ഫോളോ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് ഇപ്പോൾ തൊപ്പിയുടെ ലൈവിൽ വിളിച്ചിരുത്തിയിട്ട് ബ്രോയ്ക്കൊരു സമ്മാനമൊക്കെ തന്ന്, അല്ലെങ്കിൽ ബ്രോയുടെ എന്താ പറയുക ചാനലൊക്കെ പ്രൊമോട്ട് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നീ ഇവിടെ നിൽക്കുന്ന ഈ കുനിഞ്ഞ് നിൽക്കണ നിപ്പ് നീ തൊപ്പിക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്തേനെ. അപ്പോൾ നിൻ്റെ ആവശ്യം തൊപ്പിയുടെ സ്നേഹമല്ല, നിൻ്റെ ആവശ്യം ഷാജഹാൻ്റെ സ്നേഹമല്ല. നിൻ്റെ ആവശ്യം നിൻ്റെ കാര്യങ്ങൾ നടക്കണം. അതാണ് സത്യം അല്ലേ? നിൻ്റെ കാര്യങ്ങൾ നടക്കണം. പിന്നെ നിൻ്റെ ഈ സ്വഭാവത്തിന് നീ ഇനി മുന്നോട്ട് പോയാലും തൊപ്പി അടിച്ചില്ല, അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും കയ്യിൽ നിന്ന് നിൻ്റെ ഈ മൂക്കാമണ്ട ഇടിച്ച് പൊളിക്കും. കാരണം നിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ പല തന്തയ്ക്കുണ്ടായ സ്വഭാവമാണ്. മനസ്സിലായോ? അപ്പോൾ നീ നിൻ്റെ ചാനലാണ്, നിനക്ക് ഇഷ്ടമുള്ള വീഡിയോസ് ചെയ്യാം, ആസ് യുവർ വിഷ്. പക്ഷെ മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫിൽ കയറിയിട്ട് അല്ലെങ്കിൽ ഈ പുള്ളി നിന്നെ ഫോളോ ചെയ്തെന്ന് വെച്ചിട്ട് മറ്റവനെ കുറ്റം പറയേണ്ട ആവശ്യമില്ല. പിന്നെ നാട്ടിൽ പോകുന്ന എല്ലാവരും മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അവർക്കൊക്കെ റിപ്ലൈ കൊടുക്കാനായിട്ട് നിൻ്റെ അമ്മാവൻ്റെ മോനാണ് ഈ തൊപ്പി അല്ലെങ്കിൽ നിഹാൽ? അല്ലല്ലോ. അപ്പോൾ ബ്രോ ഉള്ള കാലം മറ്റുള്ളവരെ നിന്ന് അടികൊള്ള ആൾ, അല്ലെങ്കിൽ മറ്റുള്ളവരെ നിന്ന് ഹെയ്റ്റ് കിട്ടാത്തത് ബ്രോയുടേതായിട്ടുള്ള കഴിവുകൊണ്ട് ബ്രോ സെറ്റാവാൻ നോക്ക്. അല്ലാതെ ബ്രോയ്ക്ക് ഇപ്പോൾ ഷാജഹാനോടും പ്രേമവുമില്ല, അല്ലെങ്കിൽ തൊപ്പിയോടും പ്രേമവുമില്ല. ബ്രോയ്ക്ക് ബ്രോയുടെ കാര്യമുള്ളൂ. പക്ഷേ ഞാൻ ഈ തൊലിക്കട്ടീനെയാണ് സമ്മതിക്കണേ. ഇങ്ങനെയൊക്കെ വന്നിട്ട് വീഡിയോ എനിക്കറിയാം ഇവൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഇവൻ്റെ ഉദ്ദേശം ഇവരെ രണ്ടാളെയും സപ്പോർട്ട് ചെയ്യണമെന്നില്ല. ഇവൻ്റെ ഉദ്ദേശം ഇവർ രണ്ടാളെങ്കിലും ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വൈറലായിട്ട് നിൽക്കുന്നത് ഈ ഷാജഹാനും ഈ തൊപ്പിയൊക്കെയല്ലേ. അപ്പം ഈ തൊപ്പീനെ കുറിച്ച് പറഞ്ഞാലും ഷാജഹാനെ കുറിച്ച് പറഞ്ഞാലും എന്താ പറയുക, ഇവന് കുറച്ചൊക്കെ എന്തെങ്കിലും ഗുണം കിട്ടുമോ എന്നുള്ള ഒരു നല്ലൊരു ഇവനുണ്ട്. പക്ഷെ തൊപ്പി ഇവനെ മൈൻഡ് ആക്കാറില്ല. കാരണം തൊപ്പിക്ക് നിന്നെ മാത്രം മൈൻഡാക്കിയ പറയാം. മൈൻഡാക്കുകയാണെങ്കിൽ അവന് മൈൻഡാക്കാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. മനസ്സിലായോ? ഷാജഹാനിക്ക് നല്ലൊരു മനുഷ്യനാണ്. ആളെ കുറിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റില്ല. കാരണം എന്താണ്, പുള്ളീനെ എനിക്ക് പേഴ്സണലി അറിയില്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാത്ത ഒരാളെ കുറിച്ചിട്ട് ജഡ്ജ് ചെയ്യാനായിട്ട് ഒരിക്കലും അത് നല്ലൊരു സ്വഭാവമല്ല. പക്ഷെ നീ ഇവിടെ ചെയ്യണത് അതാണ്. നിനക്കറിയാത്ത പേഴ്സണലായിട്ട് അറിയാത്തൊരു വ്യക്തിനെ കുറിച്ച് നിനക്ക് ജഡ്ജ് ചെയ്യാനായിട്ട് ഒരു ഇതുമില്ല. നിൻ്റെ മെസ്സേജ് കണ്ട റിപ്ലൈ തരാനായിട്ട് നിൻ്റെ തന്തയൊന്നുമല്ലല്ല. നിൻ്റെ ഈ സ്വഭാവത്തിന് നിൻ്റെ വീട്ടുകാർ പോലും നിന്നെ ബഹുമാനിക്കുന്നുണ്ടാവില്ലല്ലോ. അപ്പോൾ പൊന്നു മോൻ, ഇപ്പോൾ എൻ്റെ വാപ്പാനെ വിളിക്കുന്ന ഒരു ഫീൽ എനിക്കിതിൽ വന്ന് തൊപ്പിയുടെ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ തന്തയില്ലേ, നിൻ്റെ തന്തേനെ അല്ലെങ്കിൽ ആ ഒരു തന്തയായിട്ട് ബന്ധപ്പെട്ടിട്ട് വേറെ ആരെങ്കിലും നിന്നെ എന്ത് വിളിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്ത് തോന്നുമോ എന്നുള്ളത് മോനൊന്ന് ഒറ്റയ്ക്ക് സമയം കിട്ടുമ്പോൾ ഒന്ന് ചിന്തിക്കുക കേട്ടോ. പിന്നെ നീ ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ട് നിനക്ക് ഒരു നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല. നീ താഴോട്ട് തന്നെ പോകുള്ളൂ. ചിലവർക്ക് ഹെയ്റ്റ് കിട്ടി കഴിഞ്ഞാൽ വളരുമെന്ന് പറയും. പക്ഷെ നിനക്ക് ഹെയ്റ്റ് കിട്ടി കഴിഞ്ഞാൽ ഇട്ടി മാത്രമേ കിട്ടുള്ളൂ, അല്ലാണ്ട് നീ വളരാൻ പോകണില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ നീ മനസ്സിലാക്കിയിട്ട് മാത്രം ഒരാൾ വിമർശിക്കാൻ നടക്കുക. പിന്നെ നിനക്ക് നല്ലത് കിട്ടിയാൽ മാത്രം നീ ആളെ കുറിച്ച് നല്ലത് പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നിൻ്റെ വീട്ടുകാർ സ്വയം കുത്തിച്ചാവേണ്ടി വരും. കാരണം നിന്നെപ്പോലെ ഒരു വാഴപ്പിണ്ടിക്ക് ജീവൻ കൊടുത്തല്ല. അതിനും ഭേദം നിൻ്റെ വാപ്പാക്ക് പോയിട്ട് വല്ല വാഴയ്ക്ക് തുളയിടായിരുന്നെങ്കിൽ അതെങ്കിലും ഒരു ഗുണം ഉണ്ടായേനെ. അപ്പോൾ പൊന്നു ബ്രോ, അപ്പോൾ ഇനി മേലാക്ക ഇങ്ങനത്തെ വീഡിയോ ചെയ്യാതിരിക്കുക. പറ്റുകയാണെങ്കിൽ ബ്രോയ്ക്ക് നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതെന്ന് പറഞ്ഞോ. അല്ലാതെ നിനക്ക് ഒരാളുടെ നിന്ന് നല്ലത് കിട്ടി മറ്റാൾ നിന്നെ നല്ലത് ചെയ്തില്ലെങ്കിൽ അയാൾ പൊട്ടയെന്ന് പറയാനായിട്ട് നിനക്ക് അർഹതയില്ല. അവൻ വളർന്നിട്ടുണ്ടെങ്കിൽ നിനക്കൊക്കെ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കയ്യിൽ പൈസ ഉണ്ട്. തൊപ്പിക്ക് നല്ല വളർച്ചയുണ്ട്, തൊപ്പിക്ക് നല്ല പൈസ ഉണ്ട്, ഇതിനൊക്കെ നല്ല കുശുമ്പുണ്ട്. ഇത്രയും കാലം നിൻ്റെ ചാനലിൽ ഞാൻ കണ്ടായിരുന്നു. നിൻ്റെ ചാനലിൽ തൊപ്പിയുടെ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായി നീ ഇത്രയും കാലം തൊപ്പീനെയാണ് സപ്പോർട്ട് ചെയ്ത് തന്നിരുന്നത്. അപ്പോൾ നിനക്ക് മൈൻഡ് ചെയ്തില്ല, നിന്നെ മൈൻഡ് ചെയ്യാത്തടത്തോളം തൊപ്പി പൊട്ട. അങ്ങനെ വെക്കേണ്ട ബ്രോ. നീ നിൻ്റെ കഴിവുകൊണ്ട് നീ നിൻ്റേതായിട്ടുള്ള കഴിവ് കാണിക്കുക. അപ്പോഴത്തേനും നീ വളരും. മനസ്സിലായ? അല്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ നിനക്ക് എന്ന് പറഞ്ഞാൽ ഒന്നാന്തരം കുശുമ്പ് ഒന്നാന്തരം കുശുമ്പാണ് നിനക്ക്. അതിപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. അതിന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതിന് പറഞ്ഞാൽ കിട്ടേണ്ടത് നടുമ്പുറത്ത് 4 എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതപ്പോൾ തൊപ്പിയൊന്നുമല്ല, തൊപ്പിയുടെ സ്ഥാനത്ത് തൊപ്പി തെറി വിളിച്ചുള്ളൂ എന്ന് പറഞ്ഞ് തൊപ്പി എന്താ മെസ്സേജ് അയച്ച് തെറി വിളിച്ചെന്ന് അങ്ങനെ എന്താ പറഞ്ഞില്ല ഇതിൽ. തൊപ്പി അത്രേ ചെയ്തോളൂ. ബാക്കിയുള്ള കുറച്ചും കൂടിയും എന്താ പറയുക, ഓഫ് കോഴ്സ് എന്നെ പോലുള്ളവരാണെങ്കിൽ ഞാൻ നിൻ്റെ വീട്ടിൽ കയറി അടിക്കും.
ഉള്ള കാര്യം പറയാലോ മോനെ. അപ്പോൾ നീ നിൻ്റെ വഴിക്ക് പോകാൻ നോക്ക്. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ അപ്പോൾ ശരി, എന്തായാലും കാണാം. അല്ല, ബ്രോയ്ക്ക് ഇപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് വെൽക്കം ട്ടാ, ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. മനസ്സിലായോ? ബ്രോ തീർച്ചയായിട്ടും ചെയ്യണം, അതാണ് വേണ്ടത്. പവറായിരിക്കണം എപ്പോഴും.